മണത്തണ കരിമ്പനക്കൽ ഗോപുരത്തിൽ നിന്ന് പുറപ്പെട്ട ഭണ്ഡാരമെഴുന്നള്ളത്ത് വെള്ളിയാഴ്ച അർദ്ധരാത്രിക്ക് ശേഷം മുതിരേരി വാളിനൊപ്പം അക്കരെ ക്ഷേത്രത്തിൽ പ്രവേശിച്ചതോടെ കൊട്ടിയൂരിൽ ഈ വർഷത്തെ ദർശനകാലം ആരംഭിച്ചു. സ്ത്രീകളും അക്കരെ ക്ഷേത്രത്തിൽ പ്രവേശിച്ചു തുടങ്ങി. തിരുവഞ്ചിറയിൽ നിത്യപൂജകൾക്കും തുടക്കമായി. മണത്തണയിലെ കരിമ്പന ഗോപുരത്തിൽ നിന്ന് ഊരാളന്മാരുടെയും അടിയന്തര യോഗത്തിന്റെയും സ്ഥാനികരുടെയും സാന്നിധ്യത്തിൽ ഗജവീരന്മാരുടെ അകമ്പടിയോടെ വാദ്യമേളഘോഷങ്ങളോടെ ഭക്തജനങ്ങളുടെ ഓംകാരവിളികളോടെ സ്വർണ്ണകുംഭങ്ങളും രജതകുംഭങ്ങളും കലശപാത്രങ്ങളും തിരുവാഭരണങ്ങളടങ്ങിയ ഭണ്ഡാരങ്ങളും ചപ്പാരം ഭഗവതി ക്ഷേത്രത്തിലെ വാളുകളും യാഗഭൂമിയിലേക്ക് എഴുന്നള്ളിച്ചു. കരിമ്പനക്കൽ ഗോപുരത്തിൽ വെച്ച് അടിയന്തര യോഗം ചേർന്നതോടെയാണ് ഭണ്ഡാരമെഴുന്നള്ളത്തിനുള്ള ചടങ്ങുകൾ ആരംഭിച്ചത്. ഭഗവതി തെയ്യം കോലമഴിച്ചതോടെ ചപ്പാരം ക്ഷേത്രത്തിൽ നിന്ന് 3 വാളുകൾ ഗോപുരത്തിലേക്ക് എഴുന്നള്ളിച്ചു. ഏഴിലക്കാർ ഭണ്ഡാരയറ തുറന്ന സ്വർണ്ണക്കുടം, വെള്ളിക്കുടം, തിരുവാഭരണങ്ങൾ, പൂജാപാത്രങ്ങൾ തുടങ്ങിയവ പുറത്തെടുത്തു. കണക്കപ്പിള്ള ഭണ്ഡാരം കണക്ക് നോക്കി നിജപ്പെടുത്തിയ ശേഷം മുഖമണ്ഡപത്തിലേക്ക് കൊണ്ടുവന്ന് പൂജിച്ചു. ഇതിനുശേഷം ഭണ്ഡാരങ്ങളും തിരുവാഭരണങ്ങളും പൂജാപാത്രങ്ങളും സ്വർണ്ണ വെള്ളിപ്പാത്രങ്ങളും ഉത്സവകാലത്ത് ഉപയോഗിക്കുന്ന മറ്റു പാത്രങ്ങളും മണത്തണയിൽ നിന്ന് കിലോമീറ്ററുകളോളം കാൽനടയായി കൊട്ടിയൂരിലേക്ക് എത്തിച്ചു. മാസത്തെ ഇടവേളയ്ക്ക് ശേഷം ഇക്കരെ കൊട്ടിയൂരിൽ വാണരുളുന്ന ഉമാമഹേശ്വരന്മാരും മുതിരേരിവാൾ, ചപ്പാരം ഭഗവതിയുടെ വാളുകൾ എന്നിവ ഭണ്ഡാരങ്ങൾക്കൊപ്പം അക്കര സന്നിധാനത്തേക്ക് അർദ്ധരാത്രിയോടെ എഴുന്നള്ളി. ശ്രീകോവിലിൽ നിന്ന് പടിഞ്ഞാറേ നടവഴി പുറത്തേക്കിറങ്ങി ആയില്യാർക്കാവിന് മുന്നിൽ കൂവളത്തറയ്ക്ക് സമീപം ശിരസ് നമിച്ച ദേവീദേവന്മാർ അക്കരയിലേക്ക് എഴുന്നള്ളി. ഭക്തഗണങ്ങളുടെ സങ്കല്പത്തിൽ വാദ്യവൃന്ദങ്ങളോടൊപ്പം എഴുന്നള്ളിയ ദേവീദേവന്മാർ ബാവലിയിൽ നീരാടി അക്കരയിലേക്ക് കടന്നപ്പോൾ പാണിവാദ്യവുമായി ഓച്ചർമാർ അകമ്പടി സേവിച്ചു. മുന്നിൽ സമുദായി, പിന്നിൽ വിവിധ അകമ്പടിക്കാർ, പിറകിൽ ദേവീദേവൻ എന്നിങ്ങനെ കിഴക്കേ നടവഴി മുഖമണ്ഡപത്തിലെത്തി. തുടർന്ന് ദേവീദേവന്മാർ മണിത്തറയിൽ ഉപവിഷ്ടരായി. മുതിരേരിവാളും മണത്തണ ചപ്പാരം ദേവിമാരുടെ വാളുകളും ഭണ്ഡാരറയിൽ സാന്നിധ്യമരുളി. ഇതോടെ സമുദായി കുത്തുവിളക്കിൽ നിന്ന് കയ്യാലകളിലേക്ക് ദീപം പകർന്നു നൽകി. ആദ്യ ചടങ്ങായ സഹസ്രകുംഭാഭിഷേകം, നവകം, തിരുവത്താഴപൂജ, ശ്രീഭൂതബലി ചടങ്ങുകളും നടന്നു. തുടർന്ന് 36 വെള്ളിക്കുടം കൊണ്ട് ജലാഭിഷേകം പനയൂർ നമ്പൂതിരി നടത്തി. പോയ വർഷം അവസാനിപ്പിക്കാതെ ബാക്കി നിർത്തിയ ചടങ്ങുകൾ ഈ വർഷം ഭണ്ഡാരമെഴുന്നള്ളി അക്കരെ ക്ഷേത്രത്തിലെത്തിയതോടെ പൂർത്തിയാക്കി. ജൂൺ 20 മകംനാൾ കലം വരവ് വരെയാണ് സ്ത്രീകൾക്ക് അക്കരെ ക്ഷേത്രത്തിൽ പ്രവേശനം അനുവദിക്കുക. ന്യൂസ് ബ്യൂറോ, പേരാവൂർ.